കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ഇന്ന് രാവിലെയും പരിശുദ്ധ ആത്മാവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ദൈവത്തിൻ്റെ ദയയും രുചിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാനും പ്രാർത്ഥിക്കാനും ദൈവം നൽകിയ അവസരങ്ങൾ വിലപ്പെട്ടതായി ഞാൻ കാണുകയാണ്. കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് ചൊരിയട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി മാറിയിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. എങ്കിലും ദൈവം നമ്മെ തകർക്കാൻ അനുവദിച്ചില്ല. ദൈവം നമ്മെ പരിപാലിച്ചു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ ചേർത്ത് വെച്ചു. നമ്മളെ ലാളിച്ചു, കരുതി, വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകി. ആഹാരവും വസ്ത്രവും ബലവും സമാധാനവും സന്തോഷവും എല്ലാം സ്വർഗത്തിലെ യേശു അപ്പച്ച നമുക്ക് നൽകി. ഇന്ന് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഈ പുതിയ ദിവസത്തിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വാതിലുകൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒന്നും കൊണ്ടും നിങ്ങൾ നിരാശപ്പെടേണ്ട, ഒന്നും കൊണ്ടും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ കരുതൽ എന്നും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവ് അത് നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകും. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവന് ഏവനും ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വാക്യമാണ് കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് നൽകിയത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു ഒത്തിരി ഉപമകളും അതുമായി ബന്ധപ്പെട്ട മർമ്മങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യേശു പല പ്രസംഗങ്ങളിലും സാദൃശ്യമായി പല കാര്യങ്ങളും യേശു രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ പ്രാർത്ഥനയെക്കുറിച്ചും യാചനയെക്കുറിച്ചും ദൈവത്തോട് എങ്ങനെ യാചിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പകൽ വായിപ്പാനായിട്ട് ഇടയായത്. യേശു പറയുക, നിങ്ങൾ യാചിക്കണം എന്നാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അന്വേഷിക്കണം എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. നോക്കുക, യാചിക്കണം, അന്വേഷിക്കണം, മുട്ടണം. 3 നിലയിലുള്ള വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു ദൈവപൈതൽ എപ്പോഴും ദൈവത്തോട് യാചിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. യാചിക്കേണ്ടെന്നോ പറയുകയല്ല, യാചിക്കണം, ദൈവത്തോട് ചോദിക്കണം. അത് തെറ്റില്ല. ദൈവത്തോടല്ലേ ചോദിക്കുന്നത്, മനുഷ്യരോടല്ലല്ലോ. മനുഷ്യരോട് യാചിച്ചാൽ നിങ്ങൾ സമൂഹത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്നിരിക്കും, നിങ്ങൾ നാണം കെട്ടെന്നിരിക്കും, പരാജയപ്പെട്ടെന്നിരിക്കും. പക്ഷെ ദൈവത്തോട് നിങ്ങൾ യാചിച്ചാൽ അതൊരിക്കലും ഒരു കുറവായിട്ട് കാണരുത്. നമ്മുടെ അവകാശമാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ് ദൈവത്തോട് നിങ്ങൾ പറയണം. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് ദൈവത്തോട് നിങ്ങൾ പറയണം. നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോഴല്ലേ അതൊരു അധികപ്പറ്റായിട്ട് തോന്നുക. ചിലപ്പോൾ അത് അഹങ്കാരമാണെന്ന് വരെ പറയും. എന്നാൽ ദൈവത്തോട് നിങ്ങളുടെ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അത്ര ആഗ്രഹങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്താൽ ഒരിക്കലും ദൈവം ആ നിലയിൽ അത് ചിന്തിക്കത്തില്ല. ദൈവം അങ്ങനെ ഇടുങ്ങിയ ഒരു ചിന്താഗതിക്കാരനല്ല എൻ്റെ യേശു. യേശു കർത്താവിൻ്റെ സ്നേഹം വലുതാണ്. നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ സ്നേഹത്തെ ഇടുങ്ങിയ ചിന്താഗതിക്കകത്ത് കാണുന്നവരാണ്. ഇങ്ങനെയാകാം, അങ്ങനെ വരെ വരാം, അത്രയുമേ ഉണ്ടാകാവൂ, അല്ലെങ്കിൽ അങ്ങനെ യാചിക്കാവൂ. അങ്ങനൊന്നുമില്ല.
ഒരു കുഞ്ഞ് തൻ്റെ അപ്പനോട് എങ്ങനെ നിർബന്ധം കാണിക്കുന്നു, ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു, അതേപോലെ സിമ്പിളായിട്ട് കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാം. ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഒരുപക്ഷെ പ്രസവിച്ച അമ്മയോടോ ജന്മം തന്ന അപ്പനോടോ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പരിമിതി കാണും. പക്ഷെ നമ്മുടെ ദൈവത്തോട് നമ്മൾ കാര്യം പറയുന്ന വിഷയത്തിൽ ഒരിക്കലും പരിമിതി കാണിക്കരുത്. പിന്നെ റിസൾട്ട് എന്നത് ദൈവം നമ്മളെ നോക്കി കണ്ട് അളന്ന് നമ്മളെ പഠിച്ചിട്ട് മാത്രമേ തരത്തുള്ളൂ എന്നുള്ളതാണ് വേറൊരു വാസ്തവം. നമ്മൾ കാര്യം കൊണ്ട് ചോദിച്ച ഉടൻ പെട്ടെന്ന് നമുക്ക് തരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതിൻ്റെ വരും വരാതികൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ, പോസിറ്റീവ് വശങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം പെട്ടെന്ന് ദൈവം ചിലപ്പോൾ തന്നില്ലെന്ന് വരും. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു നിശ്ചിത ടൈമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം, ആ സാഹചര്യം ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നന്മയുടെ ആ ഉറവിടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ യാചിക്കണം ദൈവത്തോട്. എങ്ങനെ യാചിക്കണം? യേശു അപ്പ പറയുകയാണ് ഉദാഹരണ സഹിതം. യേശു കർത്താവ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, ഒരു 3 അപ്പം എനിക്ക് വായ്പ തരണമെന്ന് ചോദിക്കുക. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് പറയുകയാണ്, 3 അപ്പം എനിക്ക് വായ്പ തരണം. അപ്പം അപ്പൻ ചോദിച്ചു വന്ന സ്നേഹിതനോട് ആ വീട്ടിലുള്ള സ്നേഹിതൻ പറയുക, സമയം അർദ്ധരാത്രിയായി, അതുമാത്രമല്ല എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, ഈ എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞു. അപ്പൻ ചോദിച്ചുകൊണ്ട് 3 അപ്പം എനിക്ക് തരണേ. വിശപ്പ് കൊണ്ടാണ് 3 അപ്പം ചോദിക്കുന്നത് അല്ലേ? സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഒരു അളവാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് 3 അപ്പം. ചിലർ 4 അപ്പം കഴിക്കും, ചിലർ 5 അപ്പം കഴിക്കും. എന്നാൽ സാധാരണ മനുഷ്യൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും ചിലപ്പോൾ 3 അപ്പമാണ്. എത്രേ കഴിക്കാവൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, കഴിക്കരുതെന്നാണ്. പക്ഷെ ആ 3 അപ്പം സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് ചോദിക്കുമ്പോൾ ആ സമയം പ്രഭാതമല്ല, അർദ്ധരാത്രിയാണ്. അവിടെ അർദ്ധരാത്രി മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് എന്നെ എന്ത് ചെയ്ത് പ്രയാസപ്പെടുത്തരുത്, മക്കൾ കിടന്നുറങ്ങുകയും അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് വന്നു തരാൻ പറ്റില്ല. എന്താണ് അതിനർത്ഥം? നമുക്കറിയാം, ചില നാടുകളിൽ, ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ അവരുടെ ബെഡ് എന്ന് പറയുമ്പോൾ, അവരുടെ കട്ടിൽ എന്ന് പറയുമ്പോൾ ആ കട്ടിലിനകത്ത് കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ഫ്രിഡ്ജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ സ്റ്റോറേജിനകത്താണ് അന്നേ ദിവസം മീതി വരുന്ന ആഹാരങ്ങളും ധാന്യങ്ങളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നത്. എന്നിട്ട് ഇത് അതിൻ്റെ മൂടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബെഡ് ഇട്ട് അവിടെ കിടന്ന് എന്ത് ചെയ്യും, ഉറങ്ങും. അങ്ങനെയുള്ള കട്ടിലുകൾ ഇന്നും കിട്ടും, അന്ന് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ആ ബെഡിൽ കിടന്ന് ഉറങ്ങുകയും, പ്രത്യേകിച്ച് അർദ്ധരാത്രി നല്ല ഉറക്ക സമയം. ഈ സ്നേഹിതൻ വന്ന് അർദ്ധരാത്രി കതകിനും മുട്ടി ചോദിക്കുന്നു, അപ്പം തരണേ, 3 എണ്ണം മതിയേ എന്നൊക്കെ പറയുമ്പോൾ അകത്തു നിന്നാണ് ശബ്ദം. കതക് പോലും തുറന്നിട്ടില്ലെന്നാണ് അർത്ഥം. അകത്തു നിന്ന് പറയുക, എന്നെ പ്രയാസപ്പെടുത്തരുത്, എനിക്ക് ഈ രാത്രിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഉണർത്തി അവരെ പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയിട്ട് ഇത് തുറന്ന് നിനക്ക് അപ്പം തരാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ അസഹ്യപ്പെടുത്തരുത്, എന്നെ വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത് എന്ന് സ്നേഹിതനോട് പറയുകയാണ്. പക്ഷെ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ടിട്ട് അപ്പത്തിനായി വന്ന 3 അപ്പത്തിനായി വന്ന സ്നേഹിതൻ, എന്നാൽ ശരി സ്നേഹിത, സഹോദര, അടുത്ത ദിവസം വരാം എന്നും പറഞ്ഞു പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ സ്നേഹിതൻ അവൻ എഴുന്നേറ്റ് അവന് കൊടുത്തില്ല എങ്കിലും അവിടെ സംഭവിക്കുന്നത്, അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് കൊടുത്തു. ലജ്ജ കൂടാതെ മുട്ടി. അതാണ്
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും. ലജ്ജ കൂടാതെ ആ സ്നേഹിതൻ ആ വീട്ടിലെ സ്നേഹിതനോട് അപേക്ഷിക്കുക, അപ്പം തരണം, എനിക്ക് തരണം, എനിക്ക് 3 അപ്പം മതി, എങ്ങനെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞ് ലജ്ജിക്കാതെ അകത്തുനിന്ന് പറയാണ്, നീ പോ, ഈ രാത്രി എനിക്ക് തരാൻ പറ്റത്തില്ല, അർദ്ധരാത്രിയായി, കുഞ്ഞുങ്ങളെ ഉണർത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ മനുഷ്യനെ കതക് പോലും തുറക്കാതെ അകത്ത് നിന്നുകൊണ്ട് ഈ സ്നേഹിതൻ പറഞ്ഞു വിടാനായി ഒഴിവാക്കാൻ നോക്കുമ്പോൾ ആവശ്യക്കാരനായിരിക്കുന്ന സ്നേഹിതൻ അങ്ങനെ പോയില്ല. അവന് ലഭിക്കുവോളം അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊരു ദൂത് ഞാൻ കൈമാറാം ഇതിനകത്ത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിഷയം വെച്ചാൽ, ദൈവത്തോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ, അത് 1-2 പ്രാർത്ഥനയിൽ നിങ്ങൾ നിർത്തരുത്. ചിലപ്പം ചില മാസങ്ങൾ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചില നാളുകളും വർഷങ്ങളും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുവോളം, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുവോളം, നിങ്ങളുടെ വിശപ്പ് തീർക്കുവോളം, നിന്റെ കുഞ്ഞിന് വഴി തുറക്കുവോളം, നിനക്കൊരു വിവാഹം നടക്കുവോളം, നിനക്കൊരു ജോലി ലഭിക്കുവോളം നീ തമ്പുരാന്റെ സന്നിധിയിൽ യാചിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ചില വിഷയങ്ങൾ ചിലപ്പം 2 ആഴ്ച പ്രാർത്ഥിച്ചു നിന്നിരിക്കും, ആ ചൂടോടുകൂടെ പിന്നെ ആ വിഷയം നമ്മൾ വിട്ടുകളയും. കാരണം ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, നീ ഉപേക്ഷിച്ച് കളഞ്ഞ ചില വിഷയത്തിനകത്ത് ദൈവം പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഇനിയും നടക്കത്തില്ല, ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാകത്തില്ല, ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല, ഈ വിഷയം എനിക്ക് ഒരു അനുഗ്രഹമാകില്ല എന്ന് നീ എഴുതി തള്ളിയ ചില വിഷയങ്ങളുണ്ടല്ലോ. കാരണം നീ ദൈവത്തോട് ചോദിച്ചു മടുത്ത വിഷയം. ഒരുപക്ഷെ നീ ആ വിഷയത്തിൽ 40 ദിവസം ഉപവസിച്ച് കാണും, 21 ദിവസം ഉപവസിച്ച് കാണും. കിട്ടുന്ന സമയങ്ങളൊക്കെ ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഉപവസിക്കുക, അല്ലെങ്കിൽ കുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരു നിരാശ മനോഭാവത്തോടു കൂടെയാണ് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോടാ പറയുന്നേ, ഭാരപ്പെടേണ്ട, ലഭിക്കുവോളം മുട്ടിക്കും. ആ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ ലഭിക്കുവോളം മുട്ടിയെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന സമയം വരെ നിങ്ങൾ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ മടുത്തു പോകരുത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ചില മേഖലകളും വഴികളും അനുഭവങ്ങളും ദൈവം നിങ്ങളുടെ മുമ്പിൽ ചാലായി തുറന്നു തരും. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം അനുകൂലമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, യാചിക്ക്, എപ്പോൾ ലഭിക്കുവോളം യാചിക്കണം, ലഭിക്കുവോളം പ്രാർത്ഥിക്കണം, ലഭിക്കുവോളം ചിലപ്പോൾ ഉപവസിക്കണം, ദൈവസന്നിധി താണിരിക്കണം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്ക് തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ ഈ ദൂതിങ്ങനെ കൈമാറുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. അതുകൊണ്ട് നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ, എൻ്റെ മക്കളുടെ സാഹചര്യം ഇങ്ങനായല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം പോലും കേൾക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടു, അങ്ങനെ ചിന്തയിൽ നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവസന്നിധി താണിരുന്നാൽ മതി, അവൻ നിങ്ങളെ ഉയർത്തും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയം തന്റെ പദ്ധതി വെളിപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതി വയ്ക്കും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്തുടുക്കും, എന്ത് തിന്നും, എന്തു കുടിക്കും, ഈ വക അന്വേഷിക്കുന്ന ജാതികളാണ്. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടത് അതതിന്റെ സമയത്ത് അതതിന്റെ ആഹാരം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. പക്ഷികളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ അത് സൂക്ഷിച്ചു വെക്കുന്നില്ല. പാണ്ഡികശാല പക്ഷികൾക്കില്ല, പക്ഷേ അതതിന്റെ ആഹാരം അതത് ദിവസങ്ങളിൽ സമയങ്ങളിൽ മുടക്കം വരുത്താതെ ദൈവം പക്ഷികൾക്ക് കൊടുക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് എത്ര അധികം തരും പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ, ഒരുപക്ഷെ ആ ജോലിയുടെ വിഷയത്തിൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, ഒന്ന് സാലറി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. ഒരു നാളിൽ നീ ആ കമ്പനിയിൽ കയറിയതായിരിക്കാം, ഒരു നാളിൽ ആ രാജ്യത്ത് നീ ചെന്നതായിരിക്കാം.
പക്ഷെ ഒരു നീക്കി ബാക്കിയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടാകാം. നിന്റെ നാളത്തെ വിഷയം എങ്ങനാകും? കൊച്ചിനെ എങ്ങനെ കെട്ടിച്ചു വിടും? എങ്ങനെ സ്ത്രീധനം കൊടുക്കും? എങ്ങനെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും? എങ്ങനെ ഭവനത്തിന്റെ പണി പൂർത്തിയാകും? നിരാശപ്പെടേണ്ട. ലഭിക്കുവോളം നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബമായി പ്രാർത്ഥിക്കണം. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. കൈ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കണം. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കണം. അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതാണ്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇന്ന് രാവിലെ നിരാശയുടെ വാതിലുകൾ അടയട്ടെ. പ്രത്യാശയുടെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മെത്തരമായ ദൈവിക കരുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കട്ടെ. ഇതുവരെയും നിങ്ങളൊരു ദൈവ പദ്ധതി വെളിപ്പെടാതെ നിരാശയുടെ വക്കിലാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അർദ്ധരാത്രിയിലും പ്രവർത്തിക്കും. ഏത് അർദ്ധരാത്രിയിലും ഏത് തടസ്സങ്ങൾ നേരിട്ടാലും 3 അപ്പത്തിന്റെ കാര്യമേ ഉള്ളൂ. കാര്യം ശരിയാ. പക്ഷെ ആ 3 അപ്പം പോലും എന്ന് പറഞ്ഞാൽ നിസാര വിഷയമേ ഉള്ളൂ. പക്ഷെ ആ നിസാര വിഷയങ്ങൾ പോലും ജീവിതത്തിൽ വെളിപ്പെടാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ, നിരാശപ്പെടുന്നെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, സഹോദരി, ഇങ്ങോട്ട് നോക്കിക്കേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ലഭിക്കുവോളം മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, യാചിക്കുക. ലഭിക്കുവോളം ദൈവത്തോട് യാചിക്കുക. മനുഷ്യനോട് യാചിക്കരുത്. മനുഷ്യനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അവര് 4 പേരെ ഫോണിൽ വിളിച്ചു പറയും. അത് മാത്രമല്ല, കണ്ണി കണ്ടവരോടെല്ലാം പറയും, പള്ളിക്കാരുടെ മൊത്തം പറയും, വീട്ടുകാരുടെ മൊത്തം പറയും. എന്നാൽ നിന്റെ കാര്യം നടക്കുമോ? അതുമില്ല. പക്ഷെ നാണക്കേട് മിച്ചമായി വരും. അതുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു എന്നാണെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട് പ്രിയരെ. അതുകൊണ്ട് ആത്മാമണ്ഡലത്തിൽ ദൈവകൃപയിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ഞങ്ങളോട് പറയുകയാ, ലഭിക്കുവോളം യാചിച്ചോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് അപ്പം ചോദിച്ചപ്പോൾ തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ആ അപ്പം കിട്ടുവോളം തന്റെ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിയതുപോലെ ദൈവസന്നിധി ലജ്ജിക്കേണ്ട. കർത്താവിനോട് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട്. അതധികം താമസിക്കാതെ, ഒരുപക്ഷെ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ആ പേപ്പർ റെഡിയാകും, ആ വിസ റെഡിയാകും, ആ പാസ്പോർട്ടിന്റെ കാര്യം കർത്താവ് ചെയ്യും. ആ ആത്മീയ ഭൗതിക വിഷയത്തിൽ ദൈവം നീക്കുപോക്ക് തരും. അടഞ്ഞു കിടക്കുന്ന ഏത് സാമ്പത്തിക മണ്ഡലമാണെങ്കിലും യേശുവിനാൽ നിങ്ങളെ വിടുവിക്കുവാൻ, യേശുവിനാൽ നിങ്ങൾക്ക് ജയം തരുവാൻ കഴിയും എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. യേശുവോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ച്, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവേ എന്ന് വിളിച്ച് നിങ്ങളുടെ വിളി എന്ന് കർത്താവ് കേൾക്കട്ടെ. യേശു കർത്താവ് നിങ്ങൾ വിളിക്കുന്ന കേട്ടാൽ യേശു അടങ്ങിയിരിക്കത്തില്ല. നിങ്ങളുടെ വിളിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഭൃത്യമായി യേശുവേ എന്ന് വിളിച്ചു. ഒപ്പമുണ്ടായിരുന്നത് പറഞ്ഞ് മിണ്ടാതിരിക്കുക, ഗുരുവിനെ ശല്യം ചെയ്യരുത്. പക്ഷെ ആവശ്യക്കാരനായിരുന്നു ഭൃത്യമായി. അതുകൊണ്ട് തനിക്ക് കാഴ്ച കിട്ടുന്നിടം വരെ യേശുവേ എന്ന് വിളിച്ച് മടുപ്പ് കൂടാതെ ലജ്ജിക്കാതെ യേശുവേ എന്ന് വിളിച്ച് ആ ഭൃത്യമായി നിലവിളിച്ചപ്പോൾ യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാതെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ആമേ, കർത്താവ് നിനക്ക് വിടുതൽ തരും. കർത്താവ് സൗഖ്യം തരും. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നത് രോഗക്കിടക്കയിലായിരിക്കാം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നത് ഏതോ ഒരു തകർച്ചയ്ക്കകത്ത് നിൽക്കുമ്പോഴായിരിക്കാം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നത് എവിടെയോ പരാജയത്തിനകത്ത് നിൽക്കുമ്പോഴായിരിക്കാം. എന്നാൽ നിന്റെ തകർച്ചയും പരാജയവും രോഗവും കഷ്ടവും ക്ലേശവും മാറ്റി നിനക്ക് ജയം തരാൻ എൻ്റെ കർത്താവ് മതിയായവന. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ ആ ദൂതിന്റെ മുമ്പിൽ ഏൽപ്പിക്കുകയാണ്. കൃപയുടെ മറവിൽ കർത്താവ് ഞങ്ങളെ മറക്കണേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. യേശു അപ്പാ, അപ്പച്ചന്റെ വാതോടത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാചിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ.
ലഭിക്കുവോളം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ ക്ഷീണിച്ചു പോകാൻ അപ്പച്ചൻ അനുവദിക്കല്ലേ. ഞങ്ങൾ തകർന്നു പോകാൻ അപ്പച്ചൻ അനുവദിക്കല്ലേ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ദൈവിക ജ്ഞാനവും കൃപയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമേ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗ്രേസ് ടിവിയുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കാണണം. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇതുപോണക്കുള്ള മെസ്സേജിൽ കൂടെ സംസാരിക്കും. ഓരോ ദിവസവും ദൈവവചനം കേട്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വലിയവ ചെയ്യട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ നിങ്ങൾ അമർത്തി വെക്കുക. അതിന്റെ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ അമർത്തി വെക്കുക. ഓരോ ദിവസത്തെ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.